ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൽഫാൻ എയർ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഞാൻ മിക്കപ്പോഴും എപ്പോഴും ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാണ് പോകാറ്. പിന്നെ ഐറു ഇവിടേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആണെങ്കിൽ അവളെ കൂട്ടിയിട്ട് പോകും. ഇനി അതല്ലെങ്കിൽ ഞാൻ തന്നെയാണ്, ഭൂരിഭാഗം സമയത്ത് ഞാൻ തന്നെയാണ് കേട്ടോ പോകാറ്. സ്കിൻ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്താണ് ഐറുവിനെ ജസ്റ്റ് കൂട്ടിയിട്ട് പോകാറുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ ദിവസമാണ് ഇന്ന്. അപ്പോൾ പോയിട്ട് വരാം. നമ്മുടെ കൂടെ എപ്പോഴും ആരും ഉണ്ടായിരുന്നൊന്നും വരില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പോകണം. ഓക്കെ, തട്ടിടട്ടെ. അയ്യോ, മുടി കെട്ടി വയ്ക്കാം, വണ്ടി ഓടിച്ചിട്ട് പോകാനുള്ളതാണ്. ഈ ഒരു ബാഗാണ് കേട്ടോ ഞാനിടുന്ന, സ്റ്റുഡിയോ ഒന്ന് വാങ്ങിയതാ. നമുക്കൊരു മാസ്ക് വെക്കാം. ഇന്ന് അവർ ചെയ്യണമെന്ന് പറഞ്ഞേക്കണ കാര്യങ്ങൾ എക്സ്റേ എടുക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, നെബുലൈസിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. എൻ്റെ ഒരു സാധാ ചുരിദാർ കേട്ടോ പോണേ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ആരും പാർട്ടി ലുക്കിലൊന്നും പോവില്ലല്ലോ. രമേശ് പിഷാരടി പോവും, നമ്മളാരും പോവില്ലല്ലോ. ഓക്കെ, അല്ലാഹുവേ ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി. അവിടെ ഞാൻ ക്യാമറ കണ്ണാടി വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ട് നോക്കണം കേട്ടോ. റെഡി ആകുമ്പോൾ അറിയണ്ടേ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ പോവാം. ഞാൻ തൃക്കാക്കര കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. കാക്കനാട് ഉള്ളതിൽ വെച്ച് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെ കാണാനായിട്ടിരുന്നു. ഡോക്ടറെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഡോക്ടർ നമുക്ക് നെബുലൈസിങ് ചെയ്യാനും ഇഞ്ചക്ഷനും പിന്നെ എക്സ്റേ ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തന്നായിരുന്നു കേട്ടോ. നെബുലൈസിങ്ങും ഇഞ്ചക്ഷനും ചെയ്യുന്നത് കാഷ്വാലിറ്റിയിലാണ് കേട്ടോ. നമ്മളപ്പം കാഷ്വാലിറ്റിയിൽ അതിൻ്റെ ബില്ലടച്ചതിന് ശേഷം പോയിട്ട് നെബുലൈസിങ്ങും എടുക്കണം, ഇഞ്ചക്ഷനും എടുക്കണം. ഇതൊരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ നെബുലൈസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോയി. ഇഞ്ചക്ഷൻ എടുത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ കിടക്കണമെന്ന് അവർ പറഞ്ഞു കേട്ടോ. ഒരു 10 മിനിറ്റോളം അവിടെ കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കിടന്ന് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റ് കാഷ്വാലിറ്റിയിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാം. അത് കഴിഞ്ഞിട്ട് എക്സ്റേയുടെയും ബ്ലഡ് ടെസ്റ്റിൻ്റെയൊക്കെ ബില്ലടച്ചു. എന്നിട്ട് എനിക്ക് പോയിരുന്ന വഴിക്ക് നല്ലപോലെ ദാഹിച്ചാറിന് ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എക്സ്റേ എടുക്കുന്നിടത്തേക്ക് പോവാണ്. ആദ്യം നമുക്ക് എക്സ്റേ എടുത്തിട്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എക്സ്റേ എടുക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരുന്നു. അവിടെ നമ്മളോട് മാലയും ഓർണമെൻറ്റ്സൊക്കെ മാറ്റാൻ പറഞ്ഞുകൊണ്ട് മാലയൊക്കെ നമ്മൾ ഊരി മാറ്റി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നു. ഇനി നമുക്ക് ലാബിൽ പോയിട്ട് ടെസ്റ്റിന് കൊടുക്കാം. ബ്ലഡ് ടെസ്റ്റ് ഒരു 3 ടെസ്റ്റ് എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനും കൊടുത്തു. ലാബിലൊക്കെ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നു. എന്നാലും നമ്മൾ ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തു. തിരിച്ച് അവിടെ നിന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മളിനി പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയിട്ടാട്ടോ പോയേ. നമ്മളപ്പോൾ ടെസ്റ്റും റിസൾട്ടും എല്ലാം വന്ന സ്ഥിതിക്ക് നമ്മൾ ഡോക്ടറെ കണ്ടിട്ടാണ് നമുക്ക് മരുന്ന് തരാം. അങ്ങനെ ഡോക്ടറെ കണ്ടിറങ്ങി എനിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി ഒത്തിരി നേരം ഇരിക്കേണ്ട വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്കൊരു 2500 രൂപയുടെ അടുത്ത് വന്നു കേട്ടോ ബില്ല്, മെഡിസിന് മാത്രം. ഇനി നമുക്ക് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നെബുലൈസർ വാങ്ങാം. അപ്പോൾ അവിടുത്തെ ആൾ എനിക്കതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിൽ പോവാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു. ഇനി ഫുഡൊക്കെ കഴിച്ചു ഞാൻ. അപ്പോൾ അവർ കുറച്ച് മെഡിസിൻസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇതും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഇത് ഞാൻ അവിടെ വെച്ചിട്ട് നെബിലൈസ് ചെയ്താണ് കേട്ടോ. ഇത് നമ്മൾ തന്നെ വാങ്ങിക്കണം. ഇത് ഇനി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. അവിടെ വെച്ചിട്ട് അവർ ഒരു തവണ നമുക്ക് നെബിലൈസ് ചെയ്ത് തരും. അപ്പം നമ്മളിത് കൊണ്ടുപോകണം. പിന്നെ ആൻറ്റിബയോട്ടിക്സും മെഡിസിൻസും ഒക്കെ അവർ തന്നിട്ടുണ്ട്. കുറച്ചൊക്കെ അവർ തന്നിട്ടുണ്ട്. രാവിലെ കഴിക്കാൻ 1, 2, 3, 4 ഗുളിക ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇതിൽ ഒരെണ്ണം ആൻറ്റിബയോട്ടിക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇതെന്തിനുള്ളതെന്ന് എനിക്കറിയില്ല. ഇത് 1 വീതം 2 നേരം 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാനാണ് പറഞ്ഞേ. ഇത് നോസിൽ സ്പ്രേയാ, മൂക്കിലടിക്കാൻ. ഇതും 2 നേരമാണേ. പിന്നെ ഇത് നെബിലൈസ് ചെയ്യാനായിട്ടുള്ള മെഡിസിനാണ്. ഞാനപ്പോൾ നെബിലൈസർ വാങ്ങിയിട്ടുണ്ട്. എന്നോട് 7 ഡേയ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അത്രയും ദിവസം ലീവ് കിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിൽ തന്നെ പോയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് എനിക്കിത് തന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ 7 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നേനെ. രാവിലെയും വൈകിട്ടും നെബിലൈസ് ചെയ്യണം, സ്റ്റീം ചെയ്യണം, നോസിൽ സ്പ്രേ അടിക്കണം. ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞേനെ. അപ്പോൾ ഈ മെഡിസിനും നെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നെബിലൈസ് ചെയ്യാനായിട്ട് ഒരു മെഡിസിനും കൂടെ ഉണ്ട്. അത് ഫ്രിഡ്ജിൽ വെക്കണം. ഇതാണ് കേട്ടോ ആ മെഡിസിൻ വന്നിട്ട്. ഇതവർ അതിൻ്റെ കൂടെ വയ്ക്കാൻ തന്നെയാണ് ഐസ് പാക്കാണ്. ഇതാണ് നെബിലൈസ് ചെയ്യാനുള്ള മെഡിസിൻ. എനിക്ക് ലങ്സിൽ ഇൻഫെക്ഷൻ ആയേക്കുന്നതാണ്. ജസ്റ്റ് ഇൻഫെക്ഷൻ ആയേക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ചെയ്താൽ മാറിക്കോളും എന്നാണ് പറയുന്നത്. 5 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലണം കേട്ടോ. ഇന്ന് തിങ്കളാഴ്ചയാണ് ഞാൻ പോയത്. ഇനി ശനിയാഴ്ച നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് പോകണം. അപ്പോൾ ഈ മെഡിസിനും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് നെബിലൈസ് ചെയ്യേണ്ടത്. ഞാൻ നെബിലൈസർ വാങ്ങിയിട്ടോ. ഇതിന് 1589 രൂപയാണ്. ഈ ഒരു ബ്രാൻഡാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. ഇതിന് കംപ്ലൈൻറ്റ് വന്നാൽ നമ്മളവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ അവിടെ നോക്കിയിട്ടാണ് പറയണേ അല്ലേ, ഇതിന് കംപ്ലൈൻറ്റ് വന്നാലും നമ്മളിത് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ചെയ്താളാന്ന് പറഞ്ഞു, ചേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഈ ബ്രാൻഡിൻ്റെ നെബിലൈസറാണ് നല്ലതെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഓക്കെ, സംഭവം എങ്ങനെയാണ് ഇരിക്കണേന്ന് കാണിച്ചത്. 1588 രൂപ. എന്തൊക്കെ പൈസ എത്രയ്ക്കായാലും വേണ്ടില്ല, അസുഖം മാറി കിട്ടിയാൽ മതി. ഗുളികൾക്ക് 12,000 രൂപയായി. പിന്നെ ബ്ലഡ് ടെസ്റ്റ് അതും ഇതും എല്ലാം കൂടെ അതും ഒരു 12,000 3,000 രൂപകളായിട്ടുണ്ട്. ഇന്നിപ്പോൾ മൊത്തം ഒരു 2,000 ഗുളിക 3,000 ഇത് ഒരു 8,000 രൂപയായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. ഇതാണ്ട് നെബിലൈസർ. ഇതിൽ കുത്തിയിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കണക്ഷനൊക്കെയാണ് സാധനങ്ങൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം നമ്മൾ ചെയ്ത് നോക്കാം. എല്ലാ അസുഖം മാറിയിട്ട് വേണം എനിക്കൊന്ന് ഉഷാറാവാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കാം. അപ്പം അതുവരെ ബൈ ബൈ.